നമസ്കാരം സാറേ. ഒരു പരാതി ബോധിപ്പിക്കാനാണ്. കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ പോയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വിട്ടത്. ഇരിക്കും. ഇരിയമ്മേ. എന്താണ് പരാതി? ഇത് പാർവതി അമ്മ, മരിച്ചുപോയ സുധി എന്ന ആളുടെ അമ്മ. കൊടുക്കമ്മേ. ഓ, ഡൈയിങ് ഇൻ ഹാർനസ്. ദേവിക അവരിന്ന് ജോയിൻ ചെയ്യേണ്ടതല്ലേ? ആണ്. അതിനവരെ അനുവദിക്കരുത്. ആ ജോലി അമ്മ എന്ന നിലയ്ക്ക് ഇവർക്ക് അവകാശപ്പെട്ട സാറേ. ഒരു ദിവസം പോലും എന്റെ മോന്റെ ഭാര്യയായി അവൾ കഴിഞ്ഞിട്ടില്ല സർ. ഈ സുധി എന്ന് പറയുന്ന ആള് ഒരു ദിവസം പോലും ഇവിടെ ജോലി ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ പ്രൊബേഷൻ പീരീഡിൽ സർവീസിലിരിക്കാൻ മരിച്ച ആശ്രിത നിയമനത്തിൽ ജോലിക്ക് പരിഗണിക്കാറില്ല. ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് സർക്കാർ പരിഗണിച്ചതുകൊണ്ടാണ് പ്രത്യേക മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ജോലി ഭാര്യയായ ദേവികയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. മരിച്ച ഈ സുധി തൻ്റെ ഹൃദയം ഡൊണേറ്റ് ചെയ്തിരുന്നല്ലോ. അതെ. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ കേസിനെ ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഒരു സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിച്ചത്. അവയവദാനം മഹത്തരമാണല്ലോ, അതിനെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് സർക്കാർ ഈ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത്. നാളെ ഒരിക്കൽ അവള് വേറെ കല്യാണം കഴിക്കും. അപ്പോ വഴിയാധാര ആവാൻ പോകുന്നത് ഞാനും എന്റെ ഭർത്താവുമാ. ജീവിക്കാൻ ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ല സർ. ദേവികയ്ക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം നിങ്ങൾക്കും കിട്ടുമല്ലോ അലവൻസ് ആയിട്ട്. അത് പോരെ സർ, ഈ ജോലി എനിക്ക് തന്നെ കിട്ടണം. ഓർഡറായ കേസാ. ആ കുട്ടി ഇന്ന് ജോയിൻ ചെയ്യേണ്ടതുവാ. വെറുതെ ഒരു ഉടക്കു വെക്കണോ? എനിക്ക് പരാതിയുണ്ട് സർ. സാർ എന്റെ പരാതി പരിഗണിക്കണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കളക്ടറായിട്ട് കൂടി ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ വേണ്ടത് ചെയ്തോളാം. എനിക്ക് വേറെ ആരും ഇല്ല സർ. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. നിയമം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. ശരി സാർ. എന്നാ പോവാമേ. ശരി സർ. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? എന്താ തങ്കച്ചി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കോടതിയിലേക്ക് വരുന്നില്ലേ? ഓ, വക്കീലിനെ കാത്ത് നിൽക്കുമായിരിക്കും അല്ലേ? ഇതുവരെ വന്നില്ലേ തങ്കച്ചിയുടെ വക്കീല്? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ കേസൊന്നും ഇല്ലാത്ത ആളാണല്ലോ കക്ഷി. പിന്നെന്താണാവോ വൈകുന്നത്? ചിലപ്പോ വരില്ലായിരിക്കും അല്ലേ? എന്നാ നിങ്ങളോട് ആര് പറഞ്ഞു? ഒരു തോന്നല്, ഇല്യൂഷൻ. ഞങ്ങൾ ഈ വക്കീലന്മാർക്കേ അത് ഇത്തിരി കൂടുതലാണ്. എന്നാ ഞാൻ പോട്ടെ. വക്കീല് വരികയാണെങ്കിൽ കോടതി മുറി വെച്ച് കാണാം. അല്ല, എന്തു പറ്റിയമ്മേ? ആശുപത്രി പോയിട്ട് എന്താ പെട്ടെന്ന് മടങ്ങിയത്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഗ്യാസ് ആയിരിക്കും ഡോക്ടർ പറഞ്ഞു. അതിന്റെ ഗുളികയും തന്നു വിട്ടു. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. നീ എന്തിനാ പേടിക്കുന്നത്?
വയസ്സായ അങ്ങനെ പല അസുഖങ്ങളും വരും. ചിലപ്പോൾ മരിച്ചു പോയിന്നും വരും. അതിനിങ്ങനെ പേടിക്കാൻ നിന്നാൽ എങ്ങനെയാ? എന്റെ കൈയും കാലും തളർന്നു പോയി അമ്മേ. അതാ ഞാൻ കൂടെ വരാതിരുന്നത്. എന്നെ വിളിച്ച് വരുത്തുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നു. മോളെ വർത്താനൊക്കെ പിന്നെ പറയാം. ഇറങ്ങാൻ നോക്ക്. 10 മണിക്ക് മുമ്പ് RDOയുടെ മുമ്പിൽ എത്തേണ്ടതാ. ആദ്യ ദിവസം തന്നെ വൈകി എത്തിയാ അതൊന്നും നല്ലതല്ല. അത് ശരിയാ, അതൊരു ഐശ്വര്യക്കേടാ. വേണമെങ്കിൽ ഞാൻ വണ്ടി എടുക്കാം, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛാ, ഞാൻ ഇറങ്ങാം.